2-3 ദിവസം നമ്മൾ നല്ല പോലെ കെയർ കൊടുക്കേണ്ട ഒരു സംഭവം. ചെറിയ കുട്ടികളെ കൊണ്ടുപോകുന്ന പോലെ ആ തല കൊണ്ടുപോയി നടക്കണം. അതാണ് ഭയങ്കര ഇമ്പോർട്ടൻറ്റ്. എന്താണോ എടുത്തു വെക്കുന്നത് അതിൻ്റെ ലൈഫ്, ഈ വെച്ച മുടി കൊഴിഞ്ഞു പോയ റിസൾട്ട്, ഇതിന് 2 ഫാക്ടറുണ്ട്. മുടി നമ്മുടെയൊക്കെ ആത്മവിശ്വാസത്തിന്റെ ഭാഗമാണ്. ഇനിയിപ്പോൾ മുടി നഷ്ടപ്പെട്ടാലും അത് ട്രാൻസ്പ്ലാന്റ് ചെയ്യാം എന്നത് നമുക്കൊക്കെ നൽകിയ ആത്മവിശ്വാസം ചെറുതല്ല. പക്ഷെ അവിടെയാണ് ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ സർജറി ചെയ്ത യുവാവിന്റെ തലയിൽ മാംസം ഭക്ഷിക്കുന്ന ബാക്ടീരിയ കയറി വലിയ അപകടത്തിലായ വാർത്ത നാം കേട്ടത്. എന്തൊക്കെയാണ് ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യുമ്പോൾ അതിനു മുൻപും അതിനു ശേഷവുമെല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ? UAE ക്യൂട്ടീസ് ഇന്റർനാഷണൽ ചെയർമാനും സ്ഥാപകനും ഒപ്പം സ്പെഷ്യലിസ്റ്റ് ഡെർമറ്റോളജിസ്റ്റും ഇതോടൊപ്പം പ്രിവിലേജ്ഡ് ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ സർജനുമായ ഷജീർ മച്ചിഞ്ചേരിയാണ് നമുക്കൊപ്പം ചേരുന്നത്. ഡോക്ടർ സ്വാഗതം. ഹായ് ഡോക്ടർ. അപ്പം ഈ ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്ത ആളുകൾക്ക് ചിലർക്ക് പറ്റിയ അപകടങ്ങളൊക്കെ ശ്രദ്ധിച്ചു കാണാം. എന്തുകൊണ്ട് ഇപ്പം ഈ ഇദ്ദേഹത്തിന്റെ തലയിൽ മാംസം ഭക്ഷിക്കുന്ന ബാക്ടീരിയ കയറി എന്ന് പറയുന്നു, ഇതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? എന്തൊക്കെയാണ് കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇത് ഞാൻ ഒരുപാട് പറഞ്ഞ കാര്യങ്ങളാണ്. എന്ത് പ്രൊസീജിയർ ചെയ്യാൻ പോകുമ്പോൾ, അല്ലെങ്കിൽ ഒരു മൈനർ പ്രൊസീജിയർ ആയിക്കോട്ടെ, ഒരു മേജർ പ്രൊസീജിയർ ആയിക്കോട്ടെ, ഇത് എവിടെ ചെയ്യണം, ആര് ചെയ്യണം, ഇതിനൊരു പ്രോട്ടോകോൾ ഉണ്ടാവും, ഇതിനൊരു റൊട്ടീനുണ്ട്, ഇതിനൊരു ക്വാളിഫിക്കേഷൻ ഉണ്ട്, ഇതിനൊരു ലൈസൻസ്ഡ് ഒരു സ്ഥാപനമായിരിക്കണം. അത് ലൈസൻസ്ഡ് തന്നെ ആണോ നോക്കണം. ലൈസൻസ് കൊടുക്കണമെങ്കിൽ അതിൻ്റെ എല്ലാ പ്രോട്ടോകോളും അവർ ഫോളോ ചെയ്തിട്ടുണ്ടായിരിക്കണം. അപ്പോൾ ഇതെല്ലാം ചെക്ക് ചെയ്തിട്ട് നമ്മളൊരു പ്രൊസീജിയർ ചെയ്യാൻ പോകുന്ന സമയങ്ങളിൽ വലിയ ബുദ്ധിമുട്ടുകളൊന്നും വരില്ല. ഇതിനൊരു പ്രീ ചെക്കപ്പ് ഉണ്ട്, അതെല്ലാവരും ചെയ്യും. പക്ഷേ ആ പ്രീ ചെക്കപ്പിന് ഒരുപാട് ടെസ്റ്റോസുകൾ കൊടുക്കണം. അവരെ ഹെൽത്ത് ഇതിന് ആക്റ്റാണോ നോക്കണം. ഇത് ചെയ്യുന്ന ഡോക്ടർ, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ചെയ്യുന്ന ഓർഗനൈസേഷൻ അതിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഈ പ്രൊസീജിയർ മറ്റുള്ള പ്രൊസീജിയർ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങ് ഓടിപ്പോകാൻ പറ്റില്ല. ഇതൊരു ലോങ് ടൈം പ്രൊസീജിയറാണ്. ഇതിന് ഫോളോ അപ്പ് ഉണ്ട്, ഇതിന് പോസ്റ്റ് ഓഫ് കെയർ ഉണ്ട്, ഇതിനൊരു ടൈം പീരീഡ് ഉണ്ട് റിസൾട്ടിന്. അപ്പോൾ അത്ര കാലം നമുക്ക് എപ്പോഴും കണക്ട് ചെയ്യാനും പോയി കൺസൾട്ട് ചെയ്യാനും പറ്റുന്ന ഓർഗനൈസേഷൻ സെലക്ട് ചെയ്യുക. ഇതൊന്നും നോക്കാതെ ഒള്ളി പ്രൈസിൻ്റെയും ഇല്ലെങ്കിൽ ഒള്ളി അവരെ ഫ്ലെക്സിബിലിറ്റിൻ്റെയും കാര്യങ്ങൾ മാത്രം നോക്കി പോകുന്ന സിറ്റുവേഷനിൽ മാത്രമാണ് ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ ഒരുപാട് വരാറ്. ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നവരൊരിക്കലും അത് സ്റ്റോപ്പ് ചെയ്യണമെന്നില്ല. ദേ ക്യാൻ ഡു ദ പ്രൊസീജിയർ. അവർക്ക് എപ്പോൾ വേണമെങ്കിലും പ്രൊസീജിയർ ചെയ്യാം. പക്ഷേ ഈ ഒരു ഇൻസിഡൻറ്റ് കാരണം ആ വ്യക്തി പോലും പറഞ്ഞിട്ടുള്ളത്, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അത് പ്രോപ്പറായിട്ട് ശ്രദ്ധിച്ച് ഈ പ്രൊസീജിയറിലേക്ക് പോകാം. നമ്മുടെ മുന്നിലേക്ക് ഇപ്പം ഈ ഒരു റിക്വയർമെന്റ് ആയിട്ട് വരുമ്പം നമ്മുടെ സൈഡ്, ഓപ്പറേഷണൽ സൈഡിൽ നിന്ന് നമ്മൾ എടുക്കുന്ന പ്രിക്കോഷൻസ്, മറ്റു കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ് ശരിക്കും? ഇല്ല, ഒരു പേഷ്യൻറ്റ് ഫസ്റ്റ് വന്ന് നമ്മളോട് ഫസ്റ്റ് അവരോട് പ്രൊസീജിയർ ചെയ്യാൻ ഒരിക്കലും പറയില്ല. അവരെ കൺസൾട്ട് ചെയ്ത് അവരെ സ്കാൽപ്പ് ഇവാലുവേറ്റ് ചെയ്ത് അവർക്കുള്ള ചെക്കപ്പ്, അവരുടെ ബോഡി ചെക്കപ്പ് എല്ലാം ചെക്ക് ചെയ്ത് അവരിതിനു വേണ്ടി ഫിസിക്കലി ഫിറ്റ് ആണോ എന്നുണ്ടെങ്കിൽ മാത്രമേ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുള്ളൂ. അതും പ്രൊസീജിയറിലേക്ക് വന്നു കഴിയുന്ന സമയത്ത് അവരെ നമ്മൾ എല്ലാം വീണ്ടും ക്രോസ് ചെക്ക് ചെയ്ത് കൺസൾട്ട് ചെയ്ത്, ഇത് എപ്പോഴും ചെയ്യേണ്ടത് ഒരു ഡെർമറ്റോളജി ക്ലിനിക്ക് സെലക്ട് ചെയ്യാൻ ഞാൻ എപ്പോഴും അണ്ടർ ഡെർമറ്റോളജി ഇല്ലാതെ ഈ പ്രൊസീജിയർ ഒരിക്കലും ചെയ്യരുത് എന്നും ഞങ്ങൾ എപ്പോഴും പറയുന്നതാണ്. ഒരു ഡെർമാറ്റ് പ്രൊസീജിയറാണിത്. അപ്പോൾ ഇതെല്ലാം പ്രോട്ടോക്കോൾ നമ്മൾ യൂസ് ചെയ്ത് പ്രൊസീജിയറിലേക്ക് എൻ്റർ ആയി കഴിഞ്ഞ് ആ സ്ക്രബിങ്, ക്ലീനിങ് കാര്യങ്ങൾ, ഹൈജീനിക്, സ്റ്റെറിലിറ്റി, ഇതെല്ലാം ഫാക്ടറാണ്. അതെല്ലാം നോക്കി പ്രൊസീജിയർ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ സൈഡ് എഫക്റ്റ് ഇല്ല. ഹെയർ ട്രാൻസ്പ്ലാന്റേഷനിൽ സൈഡ് എഫക്റ്റ് ഇല്ല എന്ന് എല്ലാവരും തോരെ പറയും. പക്ഷേ നമ്മൾ നോക്കാതെ ചെയ്ത് കഴിഞ്ഞാൽ ചെറിയൊരു സ്ക്രാച്ച് വൂണ്ട് പോലും സൈഡ് എഫക്റ്റായി മാറിയേക്കാം. ഇപ്പോൾ ഞങ്ങളുടെ ക്ലിനിക്കിൽ ഒരു പോസ്റ്റ് ഓഫ് കെയർ ടീമുണ്ട്. ഇതിനൊരു ക്വാളിറ്റി കൺട്രോളർ ടീമുണ്ട്. എന്ത് ഇഷ്യൂ ഉണ്ടെങ്കിലും അവർ പെട്ടെന്ന് ക്യാച്ച് ചെയ്തിട്ട് കാരണം അത് വേണം. ഇത് ആർക്ക് എന്തെന്ന് ആ പേഷ്യൻറ്റിന് ക്യാച്ച് ചെയ്യാൻ പറ്റില്ല. അവർക്ക് കാണാൻ പറ്റുന്നൊരു ഏരിയ ആയിരിക്കില്ല അവരുടെ സ്കാൽപ്പ്. അപ്പോൾ അത് എപ്പോഴും ഫോട്ടോ അയക്കാൻ പറയുക, അവരെ ഫോളോ അപ്പിലുണ്ടാവുക. എന്ത് ഇഷ്യൂ ഉണ്ടെങ്കിലും ആ ഡോക്ടറെ പോയി മീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ടാക്കുക. ഇനി ആ ഡോക്ടർ ബിസിയാണോ അതിനുള്ള ഡോക്ടേഴ്സും ടീമുള്ള ഒരു ക്ലിനിക്കുകൾ സെലക്ട് ചെയ്യുക, ഇല്ലെങ്കിൽ ഹോസ്പിറ്റൽസ് സെലക്ട് ചെയ്യുക. ഇത് എത്രമാത്രം ഒരു എക്സ്പെർട്ടായ ആളുകളുടെ ഒരു വർക്ക് ഇതിന് പുറകിലുണ്ട്? എത്രത്തോളം ഇത് ഭയങ്കര ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. കാരണം ഇത് എല്ലാവർക്കും അറിയേണ്ട ഒരു സംഭവമാണ്. ഇതിനൊരു പ്രിവിലേജ്ഡ് ഹെയർ ട്രാൻസ്പ്ലാന്റ് സർജൻ വേണം, ഇതിനൊരു നഴ്സിംഗ് അല്ലെങ്കിൽ ഹെയർ ട്രാൻസ്പ്ലാന്റ് ക്വാളിഫൈഡ് ടെക്നീഷ്യൻ വേണം, അതിൻ്റെതായിട്ടുള്ളൊരു ഡ്യൂട്ടി ഡോക്ടേഴ്സ് ടൈപ്പ് പേഷ്യൻ്റ് ഒബ്സർവ് ചെയ്യാനും സൂപ്പർവൈസ് ചെയ്യാനും എക്സ്പ്ലെയിൻ ചെയ്യാനും കൊണ്ടുപോകാനും അതിൻ്റെ കാര്യങ്ങൾ ചെയ്യാനുള്ളൊരു ഡോക്ടർ വേണം. അങ്ങനെ ഒരു ടീം മസ്റ്റായിട്ട് ഇതിന് വേണം ഒരു പ്രൊസീജിയറിന്. അപ്പോൾ ഇതിപ്പോഴും ഓരോ ദിവസവും വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഏരിയ ആണ് ഇപ്പം ഈ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ. അപ്പം UAE എത്രത്തോളം ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു സെറ്റപ്പാണ് നിലവിൽ ഇപ്പം UAE ചെയ്തുകൊണ്ടിരിക്കുന്നത്? ക്വാളിഫിക്കേഷൻ ഇവിടെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതും നാട്ടിൽ ഒരു MD ഡെർമറ്റോളജി ക്യാൻ ഡു ദ പ്രൊസീജിയർ, അവർക്ക് ഈ പ്രൊസീജിയർ ചെയ്യാം. ഇല്ലെങ്കിൽ ഒരു മാക്സിലോപ്ലാസ്റ്റിക് സർജൻ ക്യാൻ ഡു ദ പ്രൊസീജിയർ, ഇല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് സർജന് ചെയ്യാം. പക്ഷേ UAE ഒരു പ്രത്യേകത ഉണ്ട്. ഒരു MD ഡെർമറ്റോളജി
കഴിഞ്ഞാൽ അവർക്ക് ഈ പ്രൊസീജിയർ ചെയ്യാൻ പറ്റില്ല. അവർ പ്രിവിലേജ്ഡ് ഇൻ ഹെയർ ട്രാൻസ്പ്ലാന്റ് പ്രിവിലേജ് ഇല്ലെങ്കിൽ ട്രെയിൻഡ് സർട്ടിഫിക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഇവിടെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുള്ളൂ. പ്ലസ് അവിടെയുള്ള ഒരു നഴ്സിനൊരു ക്വാളിഫിക്കേഷൻ വേണം. ഏത് അവർ DHA എക്സാം അല്ലെങ്കിൽ ഒരു MOH എക്സാം എഴുതണമെങ്കിൽ ആ ഒരു നഴ്സിന് ആ ഒരു MOH എക്സാം വേണമെങ്കിൽ ആ നഴ്സിന് ഹെയർ ട്രാൻസ്പ്ലാന്റ് അറ്റൻഡ് ചെയ്യണമെങ്കിൽ അവർക്കൊരു പ്രിവിലേജ് വേണം. ഒരു നഴ്സ് 2 വർഷം ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ്റെ എക്സ്പീരിയൻസ് എടുത്ത് അതിൻ്റെ ലോഗ് ബുക്ക് എടുത്ത് 100 കേസിൻ്റെ ലോഗ് ബുക്ക് എടുത്ത് ഒരു പ്ലാസ്റ്റിക് സർജൻ ട്രെയിൻഡ് സർട്ടിഫിക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഇവിടെ എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റൂ. പ്രാക്ടീസ് സെക്കൻഡറി. എക്സാം പാസ്സായാലേ അടുത്ത അവർക്ക് ഇവിടെ ലൈസൻസ് കിട്ടും. ശരി. ഇതിനകത്ത് പറയുന്ന കാര്യങ്ങളാണ്. ഒന്ന്, അറ്റ് ദി ഏർലിസ്റ്റ് ചെയ്യുന്നതാണ് നല്ലതെന്ന് പറയുന്നേക്കാം. വെച്ച മുടി പിന്നീട് പൊഴിഞ്ഞു പോകുമ്പോൾ എന്നുള്ള സംശയങ്ങൾ ഉണ്ടാവാം. അങ്ങനെ പല പല കാര്യങ്ങളുണ്ട്. ഒരു ഗ്രേഡ് 2 വന്നു, അവനത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആൾക്ക് ഈ പ്രൊസീജിയർ ചെയ്യാം. അവരെ സെൽഫ് ഡിസിഷനാണ്. പക്ഷെ ഒരിക്കലും എന്താ പറയുക, 20 വയസ്സുകാരനോട് ഞാൻ ചെയ്യാനത് പറയുന്നില്ല. പക്ഷേ ആ 20 വയസ്സുകാരന് ഒരു ഗ്രേഡ് 3 അത്യാവശ്യം മുടി പോയിട്ടുണ്ടെങ്കിൽ ആ 20 വയസ്സിൽ അവൻ്റെ കോൺഫിഡൻറ്റ് അവൻ്റെ ലൈഫും ചേഞ്ച് ചെയ്യേണ്ട ടൈമിൽ അവൻ മുടിയില്ലാതെ നടക്കാൻ ഞാൻ പറയില്ല. ദേ ക്യാൻ ഡു ദ പ്രൊസീജിയർ. നിങ്ങൾക്ക് ആവശ്യം, ചില ആളുകൾക്ക് മീശയില്ല, ദേ ക്യാൻ ഡു, അവിടെ ചെയ്യാം. അവർക്കുള്ള ഫീലാണ്. കോസ്മെറ്റിക് എന്തും അങ്ങനെയാണ്. നമുക്ക് തോന്നുന്നു അത് വേണം, അത് ഓപ്ഷനാണ്, അതെല്ലാം പ്രോപ്പർ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ചെയ്യാവുന്നത്. ഈ വെച്ച മുടി കൊഴിഞ്ഞു പോയ റിസൾട്ട്, ഇതിന് 2 ഫാക്ടറുണ്ട്. നമുക്കിതിനൊരു ഡോണർ ഏരിയ എന്നുള്ളൊരു സൈറ്റുണ്ട്. ആ ഒരു ഏരിയ അതിനേക്കാളും ഈസി ആയിട്ട് ഞാൻ വേറൊരു കാര്യം പറയാം. എന്താണോ എടുത്തു വെക്കുന്നത് അതിൻ്റെ ലൈഫ്, അതിൻ്റെ ക്വാളിറ്റി, അതാണ് ഇതിൻ്റെ റിസൾട്ട്. എന്ന് പറഞ്ഞാൽ പുരുകെടുത്ത് തലയിൽ വെച്ചാലും വളരും. പുരുകത്തിൻ്റെ വലിപ്പം, പുരുകത്തിൻ്റെ ലൈഫ്, എല്ലാ തലമുടി പോലും അത് വളരില്ല. ഈ ബാക്കിൽ നിന്ന് മുടി എടുത്ത് വെക്കുന്ന മുടി അതിൻ്റെ ഒരു സേഫ് ഡോണർ ഏരിയ ആണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് ലൈക്ക് ലൈഫ് ടൈം ഏതൊരു കഷണ്ടി ആയിട്ടുള്ള ഒരാൾക്കും ശ്രദ്ധിച്ചാൽ മതി. അതിൻ്റെ ലൈഫ് അത്രത്തോളം അതിനൊരു ലൈഫ് ഉള്ളതാണ്. ഇല്ലെങ്കിൽ അതിൽ തന്നെ ഒരുപാട് ക്വാളിറ്റി ഡിഫക്റ്റുകൾ വരാം ഏജ് വൈസ്. പക്ഷേ ഇതിനൊക്കെ ഒരു തിയറിയുള്ളൂ. ഞാൻ പറഞ്ഞ പോലെ മുടി എടുക്കുന്നു, വെക്കുന്നു, അത് നിങ്ങളെ കൈപ്പത്തിയുടെ ഉള്ളിൽ വെച്ചാലും വളരും. നിങ്ങളെ തൊലിയിൽ നിന്ന് മുടിയെടുത്ത് നിങ്ങളെ തൊലിയിൽ എവിടെ വേണമെങ്കിലും വെക്കാം. പക്ഷെ വെക്കുന്ന മുടിയുടെ ക്വാളിറ്റി ആൻഡ് ലൈഫ്. സ്ത്രീകൾക്ക് ഈ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ പോസിബിൾ ആണ്? ഒരുപാട് പേര്. ചില ഫീമെയിൽസിന് ബ്രോഡ് നെറ്റി ഉണ്ടാവും. അവർക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അവരെന്നും ഇതിങ്ങനെ മാനേജ് ചെയ്ത് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരായിരിക്കും. അവർക്ക് അവിടെ ട്രാൻസ്പ്ലാന്റ് ചെയ്യാം. ഗ്രേറ്റ്. ലോങ് ഹെയർ എടുത്ത് അങ്ങനെ പ്ലേസ് ചെയ്യാം. അതുകൊണ്ട് ഇവിടെ എവിടെയും ഡ്രിം ചെയ്യേണ്ട. അവർക്കൊരു 4 ദിവസം 5 ദിവസം കഴിഞ്ഞ് അത് ചെയ്ത എവിഡൻസ് ഇല്ലാത്ത രീതിയിൽ എവിടെ വേണമെങ്കിലും പോകാം. ഇപ്പം ഭയങ്കര പെയിൻ ആയിരിക്കും, സ്വെല്ലിംഗ് ആയിരിക്കും എന്നൊക്കെ ഉള്ള ഒരു ടെൻഷൻ പല ആളുകൾക്കുണ്ട്. ഇത് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് 2-3 ദിവസത്തേക്കുള്ള ഒരു കാര്യങ്ങൾ എങ്ങനെയായിരിക്കും? 2-3 ദിവസം നമ്മൾ നല്ല പോലെ കെയർ കൊടുക്കേണ്ട ഒരു സംഭവം. ചെറിയ കുട്ടികളെ കൊണ്ടുപോകുന്ന പോലെ ആ തല കൊണ്ടുപോയി നടക്കണം. അതാണ് ഭയങ്കര ഇമ്പോർട്ടൻറ്റ്. പ്ലസ് നമ്മളെ ക്ലിനിക്കിനോട് എപ്പോൾ ഒരു ടച്ചിൽ വേണം. എന്ത് ഡൗട്ടും ചോദിച്ച് വേണം ചെയ്യാൻ. ഇത് 2 ഡേയ്സിൽ പേഷ്യൻറ്റിന് പെയിൻ, സ്വെല്ലിങ് കാര്യങ്ങളെല്ലാം ഫോം ചെയ്യുന്ന ടൈം ഇതിനൊക്കെ ഒരു ലിമിറ്റേഷൻ ഉണ്ട്. പെയിൻ ഓവർ ആവരുത്. മസ്റ്റായിട്ട് ക്ലിനിക്കിൽ ഓടിപ്പോകണം. അതിനൊരു ലിമിറ്റഡ് പെയിൻ ഉണ്ട്. അവർ മെഡിസിൻസ് കൊടുക്കുന്നുണ്ട്. അത് ബെയർ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ പെയിൻ ആണെന്നുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് ക്ലിനിക്കിൽ പോകണം. സംതിങ് റോങ്. ഇതിൽ സ്വെല്ലിംഗ് ഉണ്ട്, അതിനൊരു ലിമിറ്റഡ് സ്വെല്ലിംഗ് ഉണ്ട്. അത് ഓവർ സ്വെല്ലിംഗ് വരുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഡോക്ടറെ അടുത്ത് വീണ്ടും പോയി ഇൻഫ്ലമേറ്ററി ടാബ്ലറ്റും കാര്യങ്ങളും ഇതൊക്കെ ഒരു മെഡിക്കൽ വർക്കാണ്. ടെക്നോളജി ഒക്കെ മാറി വന്നുകൊണ്ടിരിക്കുന്നു. ഇതിന്റെ പൈസ ഒന്ന് കുറയാൻ എന്തെങ്കിലും ഒരു വഴിയുണ്ടോ എന്നായിരിക്കും മലയാളികൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പം പുതിയ ടെക്നോളജി വരുമ്പോൾ ചിലവ് ഒരു പക്ഷേ ഇനി കുറയുമോ എന്നൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഇതിലൊരു എക്സ്പെർട്ട് എന്നുള്ള നിലയ്ക്ക് അതിലൊരു മാറ്റം 100%. ഇതൊരു 5 വർഷം മുമ്പുള്ള പ്രൈസ് അല്ല, ഇപ്പോൾ ഒരുപാട് കുറഞ്ഞു. ഇതിൻ്റെ എക്സ്പെർട്ടൈസ്ഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് ഇല്ലെങ്കിൽ ഇൻസ്ട്രുമെൻ്റ് അവൈലബിലിറ്റി, ഫ്ലെക്സിബിലിറ്റി ഇതെല്ലാം കൂടുന്നതിനനുസരിച്ച് പ്രൈസ് ഓട്ടോമാറ്റിക്കലി മാർക്കറ്റിൽ കുറഞ്ഞുകൊണ്ടിരിക്കും. We have like ഒരു 15 dermatologists ഉണ്ട്. We have 2-3 plastic surgeons and qualified nurses and huge we have കാരണം അത്ര നമ്പേഴ്സ് വേണം. ഓവറോൾ എംപ്ലോയ്മെൻറ്റ് ലൈക്ക് 250 to 300 എംപ്ലോയീസ് we have. അതിലെല്ലാം അതർ ഡ്യൂട്ടി ഡോക്ടേഴ്സ് we have like huge like ഒരു 25-30 ഡ്യൂട്ടി ഡോക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ ഒരു ഡോക്ടേഴ്സ് ബൾക്ക് we have. ക്യൂട്ടീസ് അല്ലെങ്കിൽ ഡോക്ടർ ലീഡ് ചെയ്യുന്ന ക്യൂട്ടീസ് ചെയ്യുന്ന എല്ലാ സർജറിയും 100% സക്സസ്ഫുൾ ആണോ? അങ്ങനെ ഒരു സാധ്യത എവിടെയെങ്കിലും ഉണ്ടോ? ഒരിക്കലുമല്ല. ഞാനൊരിക്കലും അവകാശപ്പെടുന്നില്ല ക്യൂട്ടീസിൽ ചെയ്യുന്ന എല്ലാ പേഷ്യൻറ്റും 100% റിസൾട്ട് ഉണ്ടാകുന്നു. 2-3 ഫാക്ടറാണ് ഞാൻ പറഞ്ഞല്ലോ. ഇത് നിങ്ങൾക്ക് എന്താണോ ഉള്ളത് അതാണ് ഇതിൻ്റെ റിസൾട്ട്. ചില ആളുകൾക്ക് ഡോണർ ഏരിയ കുറവായിരിക്കും. പക്ഷേ അത് ഞങ്ങൾ എപ്പോഴും പറയാറുണ്ട്, നിങ്ങളുടെ റിസൾട്ട് ഇതാണ്. ഒരു കാര്യം ഞങ്ങളെപ്പോൾ എല്ലാ പേഷ്യൻസിനും പറയാറുണ്ട്, ഞങ്ങൾ മാർക്കിങ് ചെയ്ത് ഓഫർ തന്ന ഏരിയയിൽ എന്ത് കുറവുണ്ടെങ്കിലും വിൽ ടേക്ക് കെയർ, ഞങ്ങൾ നോക്കിക്കോളാം. ഇതിന് 100% റിസൾട്ട് ഇവിടെ മാത്രമല്ല, ഐ തിങ്ക് സോ ഒരു സ്ഥലത്തും 100% റിസൾട്ട് അവകാശപ്പെടാൻ കോസ്മെറ്റോളജിയിൽ പറ്റില്ല എന്നുള്ളതാണ്.